സന്ധ്യ വാര്യർ കോൺഗ്രസിൽ പോയിട്ട് അടങ്ങിയിരിക്കുന്നില്ല. അവിടെ ഒന്നും പ്രത്യേകിച്ച് സ്ഥാനമാനങ്ങളൊന്നും കിട്ടിയില്ല. പോയ നേട്ടങ്ങളൊന്നും കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമാണോ എന്നറിയില്ല. അദ്ദേഹം ഇപ്പോഴും ചൊറിഞ്ഞിരിപ്പാണ്. അതായത് അദ്ദേഹം പറയുന്നത് നിലമ്പൂരിൽ BJP ആദ്യം സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന് പറഞ്ഞു, പിന്നീട് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി. അദ്ദേഹത്തെ ഗൂഗിളിൽ തപ്പിയാൽ പോലും കിട്ടില്ല എന്നാണ് സന്ധ്യ വാര്യർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ KPCC അധ്യക്ഷനെ എത്ര പേർക്കറിയാം? ഈ പറയുന്ന സന്ദീപ് വാര്യരെ BJPയിൽ നിന്ന് കസേര കിട്ടാത്തതുകൊണ്ട് മറുകണ്ഠം ചാടിയവനെന്നല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ വിശേഷിപ്പിക്കാൻ ഇവിടുത്തെ കൊച്ചു കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ പോലും അങ്ങനെയല്ലേ പറയൂ. കസേര കിട്ടാത്തതുകൊണ്ട് BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്ന മാമനല്ലേ നിൽക്കുന്നത് എന്നല്ലേ പിള്ളേർ വരെ ചോദിക്കും. അപ്പോൾ എന്ത് യോഗ്യതയുണ്ട് നിലമ്പൂരിലെ BJPയുടെ സ്ഥാനാർത്ഥിയെ അധിക്ഷേപിക്കാൻ? രാഷ്ട്രീയത്തിൽ നമുക്ക് ഇതേപോലെ പലപ്പോഴും പലതും പ്രതീക്ഷിക്കേണ്ടി വരും. കാരണം ഈ രാഷ്ട്രീയത്തിന് വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. മുൻപ് രാഷ്ട്രീയം എന്ന് പറയുന്നത് സമൂഹത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളായിരുന്നു. സമൂഹത്തിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നമുക്ക് സ്വാതന്ത്ര്യ സമരം മുതലുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ ആ സമരങ്ങളിലൊക്കെ ഇവരുടെ പങ്ക് വളരെ വലുതായിരുന്നു. ഇപ്പോഴും നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്ന കർഷക സമരങ്ങൾ അതിലേക്ക് അതിശക്തമായിട്ട് ആളുകൾ പങ്കെടുക്കുകയും അതിന് നേതൃത്വം വഹിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥിതിവിശേഷമുണ്ട്. കേരളത്തിൽ പക്ഷേ സമരങ്ങൾ എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ്. ഇപ്പോൾ സമരമില്ലാത്ത ഒരു സംസ്ഥാനമാണെന്ന് ചോദിച്ചാൽ എല്ലാം നമുക്കറിയാം. ആശാസമരമൊക്കെ ഇങ്ങനെ കത്തി കാളി പോകുന്നുണ്ട്. പക്ഷേ അതാരും അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല. അതേപോലെ തന്നെയാണ് NH വികസനവുമായി ബന്ധപ്പെട്ടിട്ട് NH സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ, സമരങ്ങൾ. പിന്നെ നമുക്കറിയാം സിൽവർ ലൈനെതിരായിട്ടുള്ള സമരങ്ങൾ. അങ്ങനെ കുറേ സമരങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ആ സമരങ്ങളൊന്നും തന്നെ ദീർഘകാല അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയെടുത്ത പാകപ്പെടുത്തിയെടുത്ത സംവിധാനങ്ങളല്ല. മുൻകാലങ്ങളിൽ നടന്ന പല സമരങ്ങളും നമ്മൾ പരിശോധിച്ചാൽ അതൊക്കെ ദീർഘകാലം നടന്ന സമരങ്ങൾ. ആ സമരങ്ങളിലൂടെയാണ് നേതാക്കന്മാർ ഉയർന്നു വന്നത്. കോൺഗ്രസ്സിലായാലും അതേപോലെ തന്നെ CPMലായി കഴിഞ്ഞാലുമൊക്കെ നേതാക്കളുണ്ടാക്കിയത് ആ സമരങ്ങളായിരുന്നു എന്ന് നമുക്കറിയാം. സ്വാതന്ത്ര്യ സമര കാലം, അതിനുശേഷം പിന്നീട് വന്ന പലതരത്തിലുള്ളതായിട്ടുള്ള പരമ്പരാഗത തൊഴിലാളികളുടെ പലതരത്തിലുള്ളതായിട്ടുള്ള സമരങ്ങൾ, അതിൽ നിന്നൊക്കെ ഉയർന്നു വന്ന ഒരുപാട് നേതാക്കൾ നമുക്ക് അറിയാവുന്നതാണ്. അങ്ങനെ ഉള്ള ഒരു നേതൃപദവിയിലേക്ക് ഉയരുന്നു വരുന്ന നേതാക്കളെ ഇപ്പം നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾ നേതാക്കളെ കാണുന്ന എവിടെയാണ്? ചാനലുകളിലാണ്. അപ്പോൾ ചാനലുകളിൽ ഉയർന്നു വരുന്ന നേതാക്കൾ അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് എതിരാളിയെ ട്രോളാൻ പറ്റുന്നതായിട്ട് മാറിത്തീരുന്നത് എന്ന് അന്വേഷിച്ച് നടക്കുന്നതാണ്. അങ്ങനെ ട്രോളുകളുടെ ഒരു കാലത്തുകൂടി നമ്മൾ ജീവിക്കും. ഈ ട്രോൾ കാലത്താണ് സന്ദീപ് വാര്യർ ഒരു ട്രോളനായും അതേപോലെ തന്നെ ട്രോളിന് വിധേയനായും ഒക്കെ ആയിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കും, അല്ലേ? സന്ദീപ് വാര്യർ ഇങ്ങനെ ചാടി വന്നതിന് ശേഷം അയാൾക്കെതിരെ എന്തെല്ലാം ട്രോളുകളുണ്ടായിരുന്നു. അതുപോലത്തെ ഒരു ട്രോള് അദ്ദേഹം ഇപ്പോൾ എതിരാളിക്ക് നേരെ ഇട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞതാണ് BJPയുടെ സ്ഥാനാർത്ഥി. BJPക്ക് എത്ര പ്രഗത്ഭരായിട്ടുള്ള ആളുകളുണ്ട് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഞാനൊക്കെ അങ്ങനെയുള്ള ആളായിരുന്നു, പക്ഷേ നിങ്ങൾ പരിഗണിച്ചില്ല, ഞാൻ പുറത്തുപോയി. അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ ഈ പ്രഗത്ഭരായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്താതെ BJPക്കാരൻ പോലും അല്ലാത്ത ഒരുത്തനെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നതിനെ പരിഹസിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത്, പരിഹാസം. കാരണം ഇന്നലെ വരെ BJP എന്താണെന്ന് അറിഞ്ഞിട്ടുള്ള മണത്തോക്കി കിട്ടൂലേ അയാൾ കേരള കോൺഗ്രസ്സുകാരനാണ് എന്ന് പറയുന്നു. കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉള്ള ഒരു വ്യക്തിയാണ് എന്ന് വിശദീകരിക്കപ്പെടുന്നു. പക്ഷേ സ്ഥാനാർത്ഥിയാകാൻ എന്തെന്ന് വെച്ചാൽ മാമോദീസ മുക്കി അയാളെ BJPക്കാരനാക്കി വെച്ചിരിക്കുകയാണ് ചെയ്തത്. ഈ ഒരു പ്രത്യേക സിറ്റുവേഷനെയാണ് സന്ദീപ് വാര്യർ യഥാർത്ഥത്തിൽ കളിയാക്കുന്നത് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ശരിയാണ്, സന്ദീപ് വാര്യരോട് ചോദിക്കും, നീ ഇപ്പോൾ നിൽക്കുന്ന പാർട്ടിയുടെ, അല്ലാണ്ട് നിൻ്റെ പാർട്ടി എന്ന് പറയാൻ പറ്റില്ല, കാരണം എപ്പോഴാണ് അവിടെ നിന്ന് മാറുന്നത് പറയാൻ പറ്റും. ഇപ്പോൾ നീ ഇപ്പോൾ നിൽക്കുന്ന പാർട്ടിയുടെ നേതാവുണ്ടല്ലോ, ഇപ്പോൾ KPCC പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സണ്ണി ജോസഫ്, അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെക്കുറിച്ച് ആ പാർട്ടിയുടെ പ്രമുഖനായ നേതാവ് കരുണാകരൻ്റെ മകൻ മുരളീധരൻ എന്താ പറഞ്ഞു? KPCCയുടെ പ്രസിഡൻ്റായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഒരു പോസ്റ്റ് ഇട്ടാൽ ആ പോസ്റ്ററിൽ കാണുന്ന പടം കേരളത്തിലെ മുഴുവൻ ആളുകൾ തിരിച്ചറിയുന്ന തരത്തിലുള്ളതാണോ എങ്കിൽ അംഗീകരിക്കാം, അല്ലാത്തവരെന്തിനാണ് കൊണ്ടുവരുന്നതെന്നാണ് യഥാർത്ഥത്തിൽ മുരളീധരൻ ചോദിച്ചത്. ആ ചോദ്യം ഇതുപോലെ ഒരു ട്രോൾ ക്വസ്റ്റ്യനായിട്ട് കണക്കാക്കുന്നത്. പാർട്ടികളിലേക്ക് പുതിയ പുതിയ ആളുകൾ എങ്ങനെ വരും? പുതിയ ആളുകൾ വരുമ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ എല്ലാ ആളുകളും അറിയുന്ന ഒരാളാവണമെന്നില്ല. സമരമുണ്ടെങ്കിൽ ആ സമരമുഖത്ത് നിൽക്കുമ്പോൾ മിക്കവാറും എല്ലാ ആളുകളും എന്ത് ചെയ്യും? അറിയും. അതല്ലാതെ ഒരാളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ ഇയാൾ ഇന്നതാണെന്ന് പറഞ്ഞൊരു പ്രഖ്യാപനം ആദ്യം നടത്തണം.
ആ പ്രഖ്യാപനത്തിൻ്റെ മുന്നിൽ ആളിങ്ങനെ വന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. നീ നിൽക്കുന്ന ഈ മനുഷ്യനെ പിന്നീട് എന്ത് ചെയ്യാണ്, ഇവനാണ് കേട്ടോ KPCC പ്രസിഡൻ്റ് എന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്തത്. പിന്നീട് അത് ആളുകൾ സ്വീകരിക്കുകയും അങ്ങനെ ഒരു അക്സെപ്റ്റൻസ് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവൻ്റെ കാര്യത്തിലും അങ്ങനെ സംഭവിച്ചത് അല്ലേ, ഈ എന്താണ് മോഹൻ ജോർജ്. അതെ പക്ഷേ ഇപ്പോൾ ഈ KPCC പ്രസിഡന്റിനെ കൂടി പറയിപ്പിക്കാനല്ലേ സന്ദീപ് വാര്യർ ഇപ്പോൾ ഇത്തരം ഒരു ട്രോൾ വെക്കുന്നത്? അതൊക്കെ അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുകയുള്ളൂ. കാരണം വെച്ചാൽ മിണ്ടാതിരുന്നാൽ പോരായിരുന്ന. അതെ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്, സണ്ണി ജോസഫിനെയും എന്ത് ചെയ്യുന്നു, എടുത്ത് ചോദിക്കുകയാണ് ചെയ്യുന്നത്, ഇയാളെ ആരെങ്കിലും അറിയാമായിരുന്നോടാ എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഇയാളെ ഗൂഗിളിൽ തപ്പിയ പണ്ട് കിട്ടുമായിരുന്നു എന്നൊക്കെ വീണ്ടും ആളുകൾ ചോദിക്കുന്നു. ഈ ചോദ്യങ്ങൾക്ക് എപ്പോഴും മറുവശമുണ്ടാവും. ചോദിക്കുന്ന ആൾക്ക് ചോദിക്കുന്ന ആ ചോദ്യത്തിനൊരു വശമായിരിക്കും, പക്ഷേ അത് കേൾക്കുന്നവൻ അവൻ്റെ മറുവശമാണ് ചിന്തിക്കുന്നത്. അങ്ങനെ മറുവശം ചിന്തിക്കുമ്പോൾ ആർക്കെതിരെ അടി കിട്ടും എന്ന് കരുതിയിട്ട് അതിനനുസരിച്ച് കൂടിയായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ചോദ്യം ചോദിക്കേണ്ടത്. ഇതിപ്പോൾ സണ്ണി ജോസഫിന് ഒരു അടി കിട്ടിയേ കൊള്ളാം എന്ന് സന്ദീപ് വാര്യർ വിചാരിക്കുന്നില്ലേ എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം അല്ലേ? അതെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചോദിക്കണം. എന്താണ് സന്ദീപ് വാര്യരുടെ പ്രശ്നം? ഈ BJP ഇപ്പോൾ പുതിയ അധ്യക്ഷനെ കൊണ്ടുവന്നു, കൃത്യമായിട്ട് പുതിയ അധ്യക്ഷൻ തുറന്നു പറയുന്നുണ്ട് നിലമ്പൂരിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. പിന്നെ ആളുകൾ ഇത്രയും ചോദിച്ചത് കൊണ്ട് ഒരു സ്ഥാനാർത്ഥി നിർത്തി എന്നുള്ളതാണ്. അവിടെ പോരാട്ടം UDFും LDFും തമ്മിലാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണത്. UDFിൻ്റെ കോട്ടയാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. അൻവർ വന്നതിന് ശേഷം അത് പിടിച്ച് LDF 9 വർഷമായി കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ആർക്കാണ് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അവിടെ BJPക്ക് അപ്രസക്തമാണ് BJP. അതുകൊണ്ടാണ് BJP ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുക, എല്ലാ കടന്നൽ കൂട്ടവും കൂടി ഒന്നിച്ചു കൂടിയപ്പോൾ BJP വിചാരിച്ചു ശരി ഒരു സ്ഥാനാർത്ഥി അവിടെ നിൽക്കട്ടെ, നമുക്ക് വേണ്ടിയിട്ടല്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഒരു സ്ഥാനാർത്ഥി നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ കാര്യങ്ങൾ കൃത്യമായി BJPക്ക് അറിയാം. തങ്ങൾക്ക് സ്വാധീനമില്ലാത്ത മേഖലയിൽ വെറുതെ പണം ചിലവഴിച്ച് സ്ഥാനാർത്ഥിയെ നിർത്തി തോൽപ്പിച്ച് ആവശ്യമില്ലാത്ത പാഴ്ചെലവ് വേണ്ട എന്നുള്ളത് ചിന്തിച്ചായിരിക്കണം BJP ഒരു പക്ഷേ ഈ തീരുമാനമെടുത്തത്. ഇല്ലെങ്കിൽ രണ്ടെണ്ണം കൂടെ കടന്ന് അടിച്ച് തീരട്ടെ എന്നുള്ളതായിരിക്കും അവരുടെ വിചാരം. അതെന്തു ആവട്ടെ. പക്ഷേ ഇങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ ഈ സന്ദീപ് വാര്യർ അതായത് BJP വളരുകയാണ്, സംസ്ഥാന അധ്യക്ഷൻ വന്നതോടെ കുറേയൊക്കെ മാറ്റം കേരളത്തിലെ BJPയിൽ ഉണ്ടാകുന്നു. അപ്പോൾ കരഞ്ഞു തീർക്കുകയാണ് സന്ദീപ് വാര്യർ പോയതിൻ്റെ വിഷമം. അല്ല, സന്ദീപ് വാര്യറിനെ BJPയിൽ നിന്ന് ഇറങ്ങി കോൺഗ്രസ്സിലെത്തി, കോൺഗ്രസ്സിൽ ഏതെങ്കിലും ഒരു പൊസിഷനിൽ എത്തിച്ചേരാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് പലരും പറയുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനമൊക്കെ കൊടുക്കാന്ന് പറഞ്ഞാണ് വിളിച്ചതെന്ന് പറയുന്നു. ഒന്നും കൊടുത്തിട്ടില്ല ഇതുവരെയായിട്ട്. പക്ഷേ വക്താവാണ് പുള്ളി അല്ലേ, വക്താവ്. അതുകൊണ്ട് വക്താവ് പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. BJPയുടെ പ്രശ്നം എന്ന് പറയുന്നത് ശരിയാണ്, ഇതൊരു വേസ്റ്റാണ്. 5-6 മാസത്തേക്ക് മാത്രമുള്ള ഒരു താൽക്കാലിക ഏർപ്പാടാണ്. ജയിക്കില്ല എന്നറിയാം. അവിടെ പോയിട്ട് കുറേ പണം, കോടിക്കണക്കിന് രൂപയാണല്ലോ ഒരു ദിവസത്തെ തന്നെ ഇലക്ഷൻ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ. അത് വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ കാശിറക്കാൻ തയ്യാറുള്ള ഒരു മലയോര കർഷകൻ അവർക്ക് കിട്ടി, ഒരു കേരള കോൺഗ്രസ്സുകാരൻ. അദ്ദേഹം വളരെ ആഹ്ലാദത്തോടുകൂടി തിരഞ്ഞെടുപ്പ് മത്സരിക്കാനായിട്ട് വരുന്നു. എങ്കിൽ വരൂ, നീ BJPയുടെ സീറ്റിൽ തന്നെ മത്സരിച്ചോ, BJPയുടെ ചിഹ്നത്തിൽ തന്നെ നമുക്ക് മത്സരിക്കാം, നീ പാർട്ടി ചേരൂ എന്നൊക്കെ പറഞ്ഞ്. കാരണം ഇത് പാർട്ടി വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള അവിടെ നിന്നൊക്കെ ആളുകളൊക്കെ പറക്കി കൂട്ടിയിട്ടാണ് BJPക്ക് ആളുകളെ ഇനി പുതുതായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ BJP ആ ഒരു രീതിയിൽ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ എന്താണ് BJPയുടെ അധ്യക്ഷൻ ആദ്യം പറഞ്ഞത് പാർലമെൻറ്റ് ജനാധിപത്യ സംവിധാനത്തിന് യോജിക്കാത്തൊരു കാര്യമാണ്, ഞങ്ങളൊന്നിലുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ വോട്ട് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ആർക്ക് വിൽക്കും, എന്താണ് നിങ്ങളുടെ പരിപാടി എന്നൊക്കെ ചോദ്യം വരാൻ സാധ്യതയുണ്ടായിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ BJP എന്ത് ചെയ്തു, താമര ചിഹ്നത്തിൽ തന്നെ ഒരാളെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. അതാണ് സംഭവിച്ചത്. ഇത് മുൻകൂട്ടി കണ്ടിട്ടായിരിക്കല്ലേ പക്ഷേ PC ജോർജ് തന്റെ മകനെ കൊന്നാലും നിലമ്പൂരിലേക്ക് ഇല്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടൊക്കെ ആയിരിക്കാം. തോറ്റ് തുന്നമ്പാടി വരുന്നത് കാണാൻ അദ്ദേഹത്തിന് കഴിയില്ല. അല്ല, ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഇത് ദീർഘകാല ഇതിനൊന്നും ചെലുത്താൻ പറ്റുന്ന കാര്യങ്ങളല്ല, പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പാർട്ടികൾ മത്സരിച്ചേ പറ്റൂ. അതുകൊണ്ട് അവർ മത്സരിക്കാൻ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്താലും മതി. ആരെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിൽ പിന്നെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ അവർ നിർബന്ധിതരാകുന്നു. അല്ലെങ്കിൽ അവർക്ക് പറയേണ്ടി വരും മനസാക്ഷി വോട്ട്, എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ചെയ്തോ എന്ന് പറയേണ്ടി വരും. അതൊക്കെ പിന്നീട് അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് വലിയ ചർച്ചയ്ക്ക് പ്രശ്നമായിത്തീരും. BJP അതിനൊക്കെ സമാനം പറഞ്ഞ് സമയം പോവും, ഊർജം പോവും, കാശും പോവും, എല്ലാം. അതൊക്കെ ഒന്ന് വേണ്ടെന്ന് കരുതി പൊരുത്തിന് വെറുതെ പിടിച്ച് അവിടെ സ്ഥാനാർത്ഥിയാക്കി വെച്ചു. അതത്രേ ഉള്ളൂ, ഒരു ഡമ്മി. അതിൽ അപ്പുറത്ത് പാർട്ടിക്ക് അതിൻ്റെ അകത്ത് യാതൊരു താല്പര്യമില്ലെന്ന് അവർ പറഞ്ഞു. ആ താല്പര്യമില്ലായ്മ അവിടെ പ്രകടമാക്കപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സന്ദീപ് വാര്യർ അദ്ദേഹത്തിൻ്റെ ഈ ഗൂഗിൾ പരിശോധന തുടർന്നാൽ അത് എതിരാളിക്ക് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും ചിലപ്പോൾ പരിക്കുണ്ടാക്കുന്ന തരത്തിലേക്ക് മാറിത്തീരാനുള്ള സാധ്യതകളുണ്ട്.
ഇങ്ങനെയുള്ള ഈ ട്രോളിങ് പ്രോസസ്സുകളൊക്കെ രാഷ്ട്രീയ നേതാക്കൾ ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്.